Hello everyone, welcome all of you to my another interesting vlog, guys. So, എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ കം വിത്ത് മീ, ഞാൻ കാണിച്ചു തരാം ഇന്ന് ഞാൻ എവിടെയാണ് പോകുന്നത്. സോ ഇപ്പോൾ ഞാൻ ഒരു ഷോപ്പിനകത്താണ്. ഓക്കെ, സോ ഇപ്പോൾ നമ്മളൊരു സാധാ കഫേ ഷോപ്പിൽ കയറിയേക്കുവാണ്. ഇവിടെ ഞാൻ ഒരു 30 രൂപയുടെ മാംഗോ ജ്യൂസും ഒരു ബോണ്ടയാണ് ഞാൻ ഓർഡർ ചെയ്ത്. നമുക്ക് മാംഗോ ജ്യൂസ് കുടിച്ച് നോക്കാം. നല്ല ടേസ്റ്റുള്ള മാംഗോ ജ്യൂസാണ് ഗൈസ്. ഇത് അവർ റെഡിമെയ്ഡ് ഉണ്ടാക്കി ഇങ്ങനെ ക്യാൻഡിൽ ഉണ്ടാക്കി തരുന്നതാണ്. 30 രൂപയുടെയാണ്. നല്ല ടേസ്റ്റൊക്കെയാണ്. സോ ഇപ്പം നമ്മുടെ യാത്ര, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നമ്മുടെ വെഞ്ചർ തുടങ്ങുവാണ്. സോ ഫസ്റ്റ് നമ്മൾ കഴിച്ചിട്ട് ഞാൻ ഓർത്തു ഞാൻ ട്രാവൽ ചെയ്യാം, അല്ലെങ്കിൽ വിശക്കും എനിക്ക് വഴിയിൽ. ആലു ബോണ്ടയും നല്ല ടേസ്റ്റൊക്കെയാണ്. നൈസായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. തംസ് അപ്പ്. ഓക്കെ, ഇപ്പം നമ്മൾ കഴിച്ചു കഴിഞ്ഞു. ആൻഡ് ഇപ്പം എല്ലാം ഫിനിഷായി. നമ്മൾ കഴിച്ചു കഴിഞ്ഞു, ഷോപ്പിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ റോഡിലേക്ക് നടക്കുവാണ്. നടക്കുന്ന യാത്രയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ആൻഡ് ഇപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് ബേക്കറി സാധനങ്ങൾ കഴിച്ച് നമ്മളിനി വാഴക്കാല ബസ് സ്റ്റോപ്പിലേക്ക് ഞാൻ നടന്നു പോവുകയാണ്. അവിടെ നിന്ന് എനിക്ക് ബസ് പിടിക്കാനുണ്ട്. ഇപ്പോൾ ഞാൻ ഫൈനലി ഗൈസ് നമ്മുടെ റോഡിലെത്തിയിട്ടുണ്ട്. ജംഗ്ഷനിൽ ബസ് സ്റ്റോപ്പ് ആണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽപ്പുണ്ട്. ഇവിടെ കുറേ പേരുണ്ട് ബസ്സിനൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മെയിൻ റോഡാണ്. നല്ല ട്രാഫിക് സമയമാണ്. 2:30-3 മണിയൊക്കെയാണ് ഉച്ച ടൈമാണ്. ഇത് നമ്മൾ ബസ്സിനകത്ത് കയറിയേക്കുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ബസ്സിൻ്റെ അകത്താണ്. അധികം തിരക്കില്ല, എന്നാലും ആൾക്കാരുണ്ട്. ഞാൻ കലൂർ പടിയിലേക്കാണ് പോകുന്നത് ഗൈസ്. സോ ഞാൻ എവിടെയാണ് പോകുന്നത് ചിലവർ ഓർക്കും ഞാൻ ബസ്സും കയറി എവിടെയാണ് പോകുന്നത്. പൊതുവേ എൻ്റെ ബസ് യാത്ര കുറവാണ്. പക്ഷേ ഇപ്പോൾ ആവശ്യമുള്ളപ്പം നമ്മൾ ബസ്സിലും കയറും. അങ്ങനൊന്നുമില്ല, നമ്മൾ ബസ് കയറിയും വളർന്നിട്ടുണ്ട്. സോ ഇപ്പോൾ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടി, സൈഡ് വിൻഡോ സീറ്റ്. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ എടുക്കാം, നിങ്ങളെല്ലാവരും കാണിക്കാം. സോ ഇപ്പോൾ നമ്മൾ ബസ്സിനകത്താണ്. ഫൈനലി നമ്മൾ സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി നമ്മൾ നടക്കുവാണ് കലൂർ പള്ളിയിലേക്ക്. കലൂർ പള്ളി ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദ മിറാക്കിൾലെസ് ചേർച്ച് ഇസ് സെയിൻറ്റ് ആൻ്റണീസ് ചേർച്ച്. എറണാകുളത്തിൽ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം എന്ന് വിശ്വസിക്കുന്നു. കലൂർ ചേർച്ച് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് famous church in Ernakulam, which is in Kaloor location, and here we go. So here we have reached the church. In front of the church, and നമ്മുടെ ആൻറ്റിയാണത്. നമ്മളെപ്പോഴും ആൻറ്റിയിൽ നിന്ന് എടുക്കുന്നത് ഒരു മെഴുതിരി 10 രൂപയുടെ ആൻഡ് ഒരു മാല നമ്മൾ 10 രൂപയുടെ എടുത്തിട്ടുണ്ട്. സോ ഇപ്പോൾ നമ്മൾ മുന്നിലേക്കാണ്. വി ആർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ചേർച്ച്. ഐ ഹാവ് ലൈറ്റ് ദ ക്യാൻഡിൽ. Now the candle is burning and I'm praying, as you all can see. So ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുവാണ് ക്യാൻഡിൽ കത്തിച്ച്. നിങ്ങളെല്ലാവരും ഇവിടെ വരണം ഗൈസ്. ആരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ടേ. സോ ഇത് ഓരോരോ ദൈവങ്ങൾ നമ്മുടെ കലൂർ പള്ളിയിൽ മുന്നിൽ കയറുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഇവിടെ പല പല പ്രാർത്ഥനകളും നമ്മുടെ പ്രാർത്ഥിച്ചാൽ സാധിച്ചു കിട്ടും. ആൻഡ് ഒത്തിരി മിറാക്കിൾ, അതായത് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് ഇവിടെ. സോ എല്ലാ മതത്തിനും ആൾക്കാർ ഇവിടെ വരും, ഹിന്ദു മുസ്ലിം ഒക്കെ. സോ ഇവിടെ നമ്മുടെ ചേർച്ചിൽ, കലൂർ പള്ളിയുടെ ചേർച്ച് മതം പ്രശ്നമല്ല. സോ എല്ലാവർക്കും എപ്പോഴാണെങ്കിലും ആർക്കാണെങ്കിലും വരാം. ഇറ്റ്സ് ഓപ്പൺ ഫോർ ഓൾ. സോ ഇവിടെ ഞാൻ എൻ്റെ മാല കെട്ടുവാണ്. മാല കെട്ടാൻ ഇച്ചിരി സ്ട്രഗിൾ ചെയ്തു ഞാൻ. കാരണം ഒരു സൈഡിൽ ക്യാമറ പിടിക്കുമായിരുന്നു, ഒരു കൈ കൊണ്ടാണ് ഞാൻ കെട്ടിയത്. അപ്പോൾ അങ്ങനെ ഇത് ഇച്ചിരി കുറച്ച് മാല കെട്ടുന്ന സീൻ കുറച്ച് ഡ്രാഗിങ് ആയിപ്പോയി കുറേ നേരം വരെ. സാരമില്ല. അപ്പോൾ ഇങ്ങനെ എൻ്റെ മാലക്കിനം കെട്ടി എങ്ങനെയെങ്കിലും വിഷൊക്കെ പറഞ്ഞു, താങ്ക്സും പറഞ്ഞു ദൈവത്തിന്. എല്ലാത്തിനും നന്ദി. എനിക്ക് നല്ലൊരു ജോലി കിട്ടി. എനിക്കൊരു നല്ല ഫോറിൻ MNCയിൽ വർക്ക് ചെയ്യാനുള്ള അവസരം ദയവായിട്ട് തന്നുകൊണ്ടുമാണ് മെയിൻലി ഞാൻ ഇവിടെ വന്ന് കുരിശൊക്കെ വരച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു. സോ അങ്ങനെ നമ്മൾ കലൂർ പള്ളിയുടെ അകത്ത് കയറാൻ പോവാണ്. ആദ്യം നമ്മൾ ഫ്രണ്ടിൽ ഇരിക്കുന്ന എല്ലാം തൊട്ട് പ്രാർത്ഥിച്ച് മെഴുതിരിക്ക് കത്തിച്ച് മാലയൊക്കെ ഇട്ട്
നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ നേർച്ച, ഇത് മാരേജ് ഹെൽപ്പാണ്. സോ ഇവിടെ മാരേജ് ഹെൽപ്പിൽ ഞാൻ എനിക്ക് വേണ്ടി ഒക്കെ ഞാൻ പെറ്റീഷൻ ഞാൻ എഴുതി വെച്ചത് അതിനകത്തിട്ടിട്ടുണ്ട്. പൈസ ഇടുന്നുണ്ട് ലാസ്റ്റിൽ. പിന്നെ ഞാൻ താങ്ക്സ് ഗിവിങ്ങിലും ഞാൻ താങ്ക്സ് കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഒരു പേപ്പർ ഷീറ്റിൽ. അത് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. എന്താണ് ഞാൻ എഴുതിയേക്കുന്നത് എല്ലാത്തിലും അതൊക്കെ പേഴ്സണൽ കാര്യമാണ്, നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല യൂട്യൂബ് വീഡിയോകളകത്ത്. ഇത് പെറ്റീഷനാണ്, അപേക്ഷ, എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ എല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. ആൻഡ് യാ ഗൈസ്, സോ കുറേ പെറ്റീഷൻസ് ഉണ്ട്, 2 പേപ്പർ ഷീറ്റുണ്ട്. സോ അങ്ങനെ കുറേ നാൾ കഴിഞ്ഞാണ് പെറ്റീഷൻ താങ്ക്സ് ഗിവിങ്ങിലൊക്കെ എഴുതി വെച്ചത്. സോ നമ്മളങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞു. ബസ്സിൽ വീണ്ടും കയറി. അത്ര തിരക്കുള്ള ബസ്സൊന്നുമല്ല, എന്നാലും പറ്റുന്ന പോലൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തു. അപ്പോൾ ഇതെൻ്റെ ചെറിയൊരു യാത്രയായിരുന്നു. പള്ളിയിൽ പോയി, ആദ്യം നമ്മൾ കഴിച്ചു, പള്ളിയിൽ പോയി, എന്തൊക്കെ പള്ളിയുടെ അകത്ത് ചെയ്തു. സോ ഫൈനലി ഗൈസ്, ഞാൻ വാഴക്കാല എത്തിക്കഴിഞ്ഞു, എൻ്റെ സ്വന്തം സ്ഥലം. സോ ഇതോടെ എൻ്റെ വ്ലോഗ് അവസാനിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതുവരെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലത്തെ വീഡിയോസൊക്കെ വേണമെങ്കിൽ, ഡെയിലി വ്ലോഗിലൊക്കെ വീഡിയോ ആണെങ്കിൽ കമൻറ്റ് ഇടണം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Until then, bye.